പാടാത്ത പൈങ്കിളീൻ്റെ ഇന്നത്തെ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മധുരിമ കൺമണിയോടും അമ്മച്ചിയോടും പറയാണ്, നീയൊക്കെ എന്താ കരുതിയേ? എൻ്റെ സ്വപ്നങ്ങൾ എല്ലാം നീ ഇല്ലാതാക്കുമ്പോൾ ഞാൻ കണ്ണും നിറച്ചുകൊണ്ട് കൈവീശി നിനക്ക് യാത്ര പറയുമെന്നോ? എനിക്കത് പറ്റില്ലായിരുന്നുടി. ഞാൻ എൻ്റെ ജീവൻ്റെ ഓരോ അണുവിലും ഒരു പുരുഷനെ മാത്രം സ്നേഹിച്ചു, ദേവയെ. അവനാ ചതിയൻ. അച്ഛൻ്റെ വാക്കും പറഞ്ഞ് നിൻ്റെ സെൻറ്റിമെൻസും പറഞ്ഞ് എൻ്റെ കഴുത്തിൽ ഇടേണ്ട തലയിൽ നിൻ്റെ കഴുത്തിൽ കെട്ടിയ ചതിയൻ. അവനെ പിന്നെ ഞാൻ സമാധാനമായിട്ട് ജീവിപ്പിക്കണോടി? ചത്ത് കളയാൻ തന്നെയാടി ആദ്യം തീരുമാനിച്ചത്. അത് കഴിഞ്ഞ് സ്വയം തിരുത്തി. എന്നെ ഈ അവസ്ഥയിലാക്കിയവരെല്ലാം കൊന്നു കളയണമെന്ന് തീരുമാനിച്ചു. ഞാൻ കെട്ടിയതെല്ലാം വേഷങ്ങളാ, കൂടെ നിന്നതും പറഞ്ഞതും ഒക്കെ കള്ളങ്ങളാ. അങ്ങനെ മധുരിമ ഒരുപാട് പറയാണ്. എന്നെ ചതിച്ച അവൻ്റെ കൈകൊണ്ട് തന്നെ കൺമണിയെ കൊല്ലിക്കും എന്ന് പറയാണ് മധുരിമ. അത് നിനക്ക് കാണണോ എന്ന് ചോദിക്കുമ്പോൾ ദേവ വന്നിട്ട് പറയും, കാണണം മധുരിമ എന്ന്. ഒട്ടും പ്രതീക്ഷിക്കാതെ ദേവയെ അവിടെ കണ്ടപ്പോൾ മധുരിമ ആകെ അമ്പരന്ന് നിൽക്കണം. അപ്പോൾ മധുരിമ ദേവയോട് പറയുന്നുണ്ട്, സത്യത്തിൽ ദേവയെ ഞാൻ ഇവിടെ പ്രതീക്ഷിച്ചില്ല എന്ന്. പക്ഷെ ഇപ്പോഴും തോറ്റുപോയി എന്ന് ഞാൻ സമ്മതിച്ചു തരില്ല. ഇനിയും ബാക്കി കെടുക്കല്ലേ ജീവിതം. എനിക്ക് ജയിക്കാനും നിനക്ക് തോൽക്കാനും. അപ്പോൾ തന്നെ ദേവ പറയുന്നുണ്ട്, നിർത്തടി. ആദ്യം മുതൽ നിന്റെ കണ്ണീരും നിന്റെ ദേഷ്യവും നിന്റെ പ്രതികാരവും ന്യായമാണെന്ന് തന്നെ പറഞ്ഞിരുന്നവനാ ഈ ഞാൻ. പക്ഷെ ഇതല്പം കടുത്തുപോയി. എന്നെ ചവിട്ടി താഴ്ത്താവുന്നതിൻ്റെ മാക്സിമം നീ കൊണ്ടുചെന്നെത്തിച്ചു. ഇനി ഞാൻ പ്രതികരിച്ചേ പറ്റൂ. ശേഷം കൺമണീൻ്റെ അടുത്ത് ദേവ പറയുന്നുണ്ട്, കൺമണി, ഇവളെ തിരിച്ചു കൊണ്ടുപോയി ഇവളെ അച്ഛനെ തന്നെ ഏൽപ്പിക്കണം. എൻ്റെ കൂടെ ആരും വരണ്ട എന്ന് മധുരിമ പറഞ്ഞപ്പോൾ ദേവ മധുരിമൻ്റെ മുടിക്ക് പിടിച്ച് അടിക്കാൻ നോക്കാണ്. അപ്പോഴേക്കും കൺമണി തടുക്കും. അപ്പോൾ ദേവ പറയും, നിനക്ക് സംരക്ഷണം തരാൻ വേണ്ടിയിട്ടല്ല, ചില കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാനാ. ശേഷം മധുരിമനെയും കൂട്ടി അവളുടെ അച്ഛൻ്റെ അടുത്തേക്ക് പോവാണ്. ദേവയും കൺമണിയും കൂടെ അവളുടെ അച്ഛൻ്റെ അടുത്ത് പറയാണ്, കോംപ്രമൈസ് ചെയ്യാം, ഇവിടെ വെച്ചെല്ലാം നിർത്താം എന്ന്. അപ്പോൾ ദേവയും കൺമണിയും പോയി കഴിഞ്ഞപ്പോൾ അവളുടെ അച്ഛൻ പറയുന്നുണ്ട്, ഇനിയെങ്കിലും അവർ പറഞ്ഞതുപോലെ എല്ലാം നിർത്താൻ തയ്യാറായിക്കോ, ഇത് ഇവിടെ തീരട്ടെ. ശേഷം മധുരിമ ഒറ്റയ്ക്ക് പറയുന്നുണ്ട്, തീരില്ല, ഇത് ഇവിടെ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ശേഷം ദേവയും കൺമണിയും നടന്ന് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ദേവ പറയുന്നുണ്ട്, അമ്മച്ചിയെ സമ്മതിച്ചേ പറ്റൂ. അതേസമയം ഗൗതമൻ പറയുന്നുണ്ട്, പുതിയ സ്റ്റാഫിനെ ഉടനെ കൊണ്ടുവരണം. നിങ്ങൾ ചാർജ് എടുത്ത ദിവസം തൊട്ട് കമ്പനീൻ്റെ ഉയർച്ച താഴോട്ടാണ് പോകുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു സ്റ്റാഫിനെ വെക്കണം. വരുന്നയാൾ നിങ്ങളുടെ കൺട്രോളിൽ അയക്കണം. പക്ഷെ നിങ്ങളെ ഉൾപ്പെടെ കൺട്രോൾ ചെയ്യാനുള്ള ശേഷി അയാൾക്കുണ്ടാവുകയും വേണം. ശേഷം ഇതിനെ ചൊല്ലി അനിനിയും തനുജയും കൂടെ തമ്മിൽ വഴക്ക് കൂടാണ്. അങ്ങനെ അമ്മച്ചിൻ്റെ അടുത്തേക്ക് ദേവയും കൺമണിയും ചെല്ലാണ്. ദേവ പറയുന്നുണ്ട്, ഇത് അമ്മച്ചിൻ്റെ കണ്ടുപിടുത്തമായിരുന്നല്ലോ. നിങ്ങൾ പറഞ്ഞ മറ്റൊരു കാര്യം കൂടി ഞാൻ അനുസരിക്കാമെന്ന് ഞാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് അമ്മച്ചീൻ്റെ അടുത്ത് പറയണം. അപ്പോൾ അത് എന്താണെന്ന് അമ്മച്ചി ചോദിച്ചപ്പോൾ ദേവ പറയുന്നുണ്ട്, നാളെ മുതൽ അമ്മച്ചിൻ്റെ ടാക്സി ഞാൻ ഓടിച്ചോളാം എന്ന്. ശേഷം മുറിയിലേക്ക് പോയി കൺമണി ദേവൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ദേവട്ടൻ ടാക്സി ഓടിക്കണ്ട, അച്ഛനെ അത് സഹിക്കില്ല, അച്ഛനെ ഒട്ടും പ്രതീക്ഷിക്കില്ല എന്നൊക്കെ പറയണം. അപ്പോൾ അത് കേട്ടപ്പോൾ ദേവ പറയുന്നുണ്ട്, എങ്കിൽ അത് തന്നെ ചെയ്യൂ. മറ്റുള്ളവർ കണ്ടോട്ടെ, ചെറിയ വരുമാനത്തിലായാലും നമ്മുടെ സ്നേഹത്തിനും ഉടവൊന്നും സംഭവിക്കില്ലെന്ന്.